ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ കാപ്രിക്കോണിന് വേണ്ടിയിട്ട് ഏപ്രിൽ മാസത്തിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവുന്ന മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ കാപ്രിക്കോൺ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഏപ്രിൽ മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ എന്താണ്? കിങ് ഓഫ് വാൻഡ്സ് ആണ് നിങ്ങളുടെ പാസ്റ്റിൽ. നിങ്ങളുടെ കറണ്ട് എനർജി ഏപ്രിലിൽ എന്താണ്? കറണ്ട് എനർജി ഫൂൾ. നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി എന്താണ്? ഫ്യൂച്ചർ എനർജിയാണ് 6 ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഏപ്രിൽ മാസത്തിൻ്റെ ഏസ് ഓഫ് കപ്സ്. നിങ്ങൾക്ക് അഡ്വൈസ് എന്താണ്? 6 ഓഫ് കപ്സ്. നിങ്ങളുടെ ഹിഡൻ ഫാക്ടേഴ്സ് ഹൈ പ്രീസ്റ്റസ്. നിങ്ങളുടെ ഓവറോൾ എനർജി ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ആൻഡ് നിങ്ങളുടെ ഔട്ട്കം നിങ്ങളുടെ കിങ് ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ കാപ്രിക്കോൺ, ഇവിടെ ഞാൻ കാണുന്നത് ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് നിങ്ങളുടെ ഓവറോൾ എനർജിയാണ്. ഇത് ഒരു ബ്രാൻഡ് ന്യൂ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്. ഒരു സ്റ്റേബിൾ എനർജിയാണ് ഇത്. ഈ പുതിയ ബിഗിനിങ് നിങ്ങൾക്ക് കുറേ ഫ്യൂച്ചറിൽ കുറേ ലോങ് ടേം ആയിട്ടൊരു സംഗതിയാണിത്. എന്താ വെച്ചാൽ ഇത് പേഴ്സണലും ആവാം, കരിയർ വൈസും ആവാം. ഇത് എന്താണെന്ന് വെച്ചാലും ഇത് കുറേ ലോങ് ടേം ആണ്, സ്റ്റേബിൾ ഓഫറാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണത്. അപ്പോൾ കിങ് ഓഫ് വാൻഡ്സ് നിങ്ങളുടെ പാസ്റ്റിലാണ് ഞാൻ കാണുന്നത്. കിങ് ഓഫ് വാൻഡ്സ് ഫയർ സൈൻ ആണ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. മേ ബി നിങ്ങൾ ഒരു ഫയർ സൈൻ്റെ കൂടെ ആയിരുന്നു ഡീൽ ചെയ്യേണ്ടതിന്. ഈ പേഴ്സണും നിങ്ങളുടെ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തോ ഒരു അട്രാക്ഷൻ ആണ് ഞാനിവിടെ കാണുന്നത്. ഇത് റൊമാൻറ്റിക് അല്ലാച്ചാൽ മേ ബി ഇതൊരു ഓഫർ ആയിരുന്നു. ആരോ നിങ്ങളുടെ അടുത്ത് വന്ന് ഒരു ഓഫർ തന്നു, ഒരു ജോബ് ഇല്ലാച്ച ബിസിനസ്സിൻ്റെ ആയിരിക്കാം. എന്തായാലും കറണ്ട് എനർജിയിൽ നിങ്ങൾ ഫൂൾ എനർജിയിലാണ്. ഇത് ഏരീസ് എനർജിയാണ്. ആദ്യം ഒരു ഫയർ സൈൻ. നിങ്ങളൊരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് ആണ്, ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ ഡയറക്ഷനിലാണ് ഏപ്രിലിലേക്ക് പോകണത്. എന്നുവെച്ചാൽ ഇവിടെ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആൻഡ് നിങ്ങൾ ആ ജമ്പാണ് എടുക്കണത്. ഈ പേഴ്സൺ ആക്ച്വലി അവർക്ക് അറിയില്ല, ആ കൈ വിട്ട് അവർ ഏത് ഡയറക്ഷനിലാണ് വീഴാൻ പോണെന്ന് അവർക്ക് അതും കൂടി അറിയില്ല. പക്ഷെ അവർക്കൊരു ടെൻഷനില്ല, അവരുടെ ഫേസ് കുറേ കാമാണ്. അപ്പോൾ അങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ കാര്യങ്ങൾ നടക്കാൻ പോണത്. ഓപ്പർച്യൂണിറ്റീസ് വരും. നിങ്ങൾ കുറേ ഒരു ഫ്രീ ആയിട്ടാണ് ഈ ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഡയറക്ഷനിൽ പോകാൻ പോണത്. ആ റിസ്ക് നിങ്ങൾ എടുക്കുന്നത് അത് ഫ്യൂച്ചറിൽ കുറേ ബെനിഫിഷ്യൽ ആവാൻ പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറേ സക്സസ് വരുന്നുണ്ട് ഫ്യൂച്ചറിൽ, കുറേ ഫെയിം, പോപ്പുലാരിറ്റി ഉണ്ട് ഫ്യൂച്ചറിൽ. അപ്പോൾ ഈ റിസ്ക് നിങ്ങൾ എടുക്കുന്നത് ഫ്യൂച്ചറിലാണ്. അതിൻ്റെ നിങ്ങൾക്ക് അറിയാം സക്സസ്സും നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ബെനിഫിറ്റ് ഇതെന്ന്. അതൊക്കെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കുറേ ഒരു പോസിറ്റീവ് വേയിലാണ് ബെനിഫിറ്റ് ചെയ്യാൻ പോകണമെന്ന്. അതാണ് ഇവിടെ ഞാൻ കാണുന്നത്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഏസ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഇതൊരു പുതിയ ബിഗിനിങ് ഇൻ ലവ് ആണ് നിങ്ങൾക്ക് ചാലഞ്ച്. മേ ബി നിങ്ങൾക്ക് ഏപ്രിൽ മാസത്തിൽ നിങ്ങളുടെ ഫോക്കസ് ലവ് അല്ല, കരിയർ ആയിരിക്കും. അതുകൊണ്ടാണ് ഇതൊരു ചാലഞ്ച് പൊസിഷനിൽ വരണത്. നിങ്ങളുടെ അഡ്വൈസ് 6 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഇവിടെ ഏതോ ഒരു പാസ്റ്റ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരാൻ പോകുന്നുണ്ട്. ഓറൽസ് ഇവിടെ അഡ്വൈസ് നിങ്ങൾക്ക് എന്താ വെച്ചാൽ നിങ്ങൾ ഒരു പാസ്റ്റ് പേഴ്സണിനെ കുറേ മിസ് ചെയ്യുന്നുണ്ട്, ഓർക്കുന്നുണ്ട്. മേ ബി നിങ്ങൾക്ക് അവരെ മെസ്സേജ് ചെയ്യണം എന്നാണ് ഇവിടെ അഡ്വൈസ്. അതും ആവാം. നമുക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. എന്തായാലും ഹൈ പ്രീസ്റ്റസ് ആണ് ഹിഡൻ ഫാക്ടർ. അപ്പോൾ ഇതൊരു ഇൻറ്റ്യൂഷൻ്റെ എനർജിയാണ്, സ്പിരിച്വാലിറ്റിയുടെ എനർജിയാണ്. നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഇൻറ്റ്യൂട്ടീവ്ലി ഒരു നിങ്ങൾക്കൊരു ഫീലിംഗ് ഉണ്ട്, ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ട്. ആ ഇൻറ്റ്യൂഷൻ്റെ വോയിസ് നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് കുറേ ബെനിഫിഷ്യൽ ആവും. എന്നുവെച്ചാൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് നോക്കണത്, ഗൈഡ് ചെയ്യാനാണ് നോക്കണത്. ഇവിടെ കിങ് ഓഫ് സോഡ്സ് ആണ് ഔട്ട്കം. അപ്പോൾ അക്വേറിയസ് എനർജിയാണ് ഔട്ട്കം. ഇത് ഒരു ലോയറുടെ എനർജി ആവാം, ഇല്ലാച്ചാൽ ഒരു തെറപ്പിസ്റ്റിൻ്റെ എനർജി ആവാം. എന്തായാലും
ഇതൊരു പ്രാക്ടിക്കൽ പേഴ്സൻ്റെ എനർജിയാണ്. ഇത് നിങ്ങൾ മേ ബി ആരോ കൺസൾട്ട് ചെയ്യുന്നുണ്ടാവും നിങ്ങളുടെ ഫിനാൻഷ്യൽ മാറ്റേഴ്സിന് വേണ്ടിയിട്ട്. ഇതൊരു ബോസിൻ്റെ എനർജിയും ആവാം. അപ്പോൾ മേ ബി നിങ്ങൾക്ക് ഏതൊരു ഞാൻ പറഞ്ഞ മാതിരി ഓഫർ വരുന്നുണ്ട്, നിങ്ങൾക്ക് കുറേ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ കാണുന്നത്. എന്തായാലും നമ്മൾക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ് ഇവിടെ ഓഫർ, ഈ പുതിയ ഓഫർ വരാൻ പോണത്. ഏസ് ഓഫ് സോഡ്സ്, അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി കുറേ ന്യൂ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഏസ് ഓഫ് സോഡ്സ്, ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്, ഇതൊക്കെ ഒരു പുതിയ ബിഗിനിങ്. ഏസ് ഓഫ് കപ്സ് ചാലഞ്ചിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി കുറേ പ്രാക്ടിക്കൽ എനർജിയിലാണ് നിങ്ങൾ ഏപ്രിൽ മാസത്തിൽ. അപ്പോൾ ഇമോഷൻസിന് വേണ്ടിയിട്ട് സ്ഥലമില്ല, പറഞ്ഞാൽ അത്ര സമയമില്ല നിങ്ങൾക്ക്. അതുകൊണ്ടാണ് അത് ചാലഞ്ച് പൊസിഷനിൽ കാണുന്നത്. അപ്പോൾ കിങ് ഓഫ് വാൻഡ്സ് എന്താണ് ഇവിടെ? അപ്പോൾ എന്തോ ഒരു ഓഫർ, കുറേ പുതിയ ബിഗിനിങ്സ് വരുന്നുണ്ട് നിങ്ങളുടെ ഡയറക്ഷനിൽ. ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് നിങ്ങളുടെ പാസ്റ്റിൽ. അപ്പോൾ ഒരു വെർഗോ ആൻഡ് ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, നിങ്ങൾ ഇവിടെ കുറേ സ്റ്റക്കായിട്ടാണ് ഫീൽ ചെയ്യണത്. എന്നുവെച്ചാൽ ഈ രണ്ടാൾക്കാർ നിങ്ങളോട് വേറെ വേറെ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല ആരെ വിശ്വസിക്കേണ്ടത്, ആരുടെ ഡയറക്ഷനിലാണ് പോകേണ്ടത്. മേ ബി നിങ്ങൾക്ക് 2 ചോയ്സസ് ഉണ്ടാവും ജോബിൽ, ഓറേൽസ് ഇത് ലവിൻ്റെ കാര്യത്തിലായിരിക്കാം. ആൻഡ് നിങ്ങൾക്ക് അറിയില്ല ഏത് ഡയറക്ഷനിലാണ് നിങ്ങൾക്ക് പോകേണ്ടതെന്ന് അറിയാണ്ട് ഒരു കൺഫ്യൂസ്ഡ് എനർജിയിലാണ്, ഒരു സ്റ്റാഗ്നൻറ്റ് എനർജിയിലാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. പക്ഷേ ആ കൺഫ്യൂഷന് പുറത്ത് വന്നിട്ട് നിങ്ങൾ ഫൈനലി ഒരു ഡിസിഷനാണ് എടുക്കുന്നത്. നിങ്ങൾ ഒരു ഡയറക്ഷൻ ചൂസ് ചെയ്തിട്ട് ആ ഡയറക്ഷനിലാണ് പോണത്. ഞാൻ പറഞ്ഞ മാതിരി ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് ആണ് എടുക്കുന്നത്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഡിസിഷൻ ചോയ്സ് എടുക്കാൻ പറ്റുന്നുണ്ടായില്ല, പക്ഷേ ഇപ്പോൾ നിങ്ങൾ ആ ചോയ്സ് ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് ആ ചോയ്സ് 6 ഓഫ് വാൻഡ്സ് ആണ് ഫ്യൂച്ചറിൽ. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റീസ് വരണതൊക്കെ നിങ്ങൾ കുറേ ഞാൻ പറഞ്ഞ മാതിരി എന്തോ ഒരു സഡൻ ഓപ്പർച്യൂണിറ്റി വരും നിങ്ങളുടെ ലൈഫിൽ. ആൻഡ് അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ഒരു ബെനിഫിഷ്യൽ ആവും. എന്നുവെച്ചാൽ ഇതൊരു സഡൻ ഫെയിം, സഡൻ റെക്കഗ്നേഷനാണ് ഞാൻ കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണത്. അപ്പോൾ ഏസ് ഓഫ് കപ്സ് എന്തുകൊണ്ടാണ് ചാലഞ്ച് പൊസിഷനിൽ? ഹാങ്മാൻ. അപ്പോൾ എന്തോ നിങ്ങളുടെ ലവ് ലൈഫിൻ്റെ കാര്യത്തിൽ ഒരു പോസ് വന്നിരിക്കണോ. നിങ്ങളുടെ ലവ് ലൈഫ് ഏപ്രിൽ മാസത്തിൽ ഒരു ബാക്ക് സീറ്റാണ് എടുക്കുന്നത്. എന്നുവെച്ചാൽ നിങ്ങളുടെ ഫോക്കസ് മുഴുവൻ ഈ കരിയർ ആൻഡ് ലൈഫ് ഓപ്പർച്യൂണിറ്റീസിലാണ്. നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല, അത്ര നിങ്ങളുടെ ശ്രദ്ധ ലവിലല്ല ഏപ്രിൽ മാസത്തിൽ. ഹാങ്മാൻ പൈസീസ് എനർജിയാണ്. 6 ഓഫ് കപ്സ് ഇവിടെ 8 ഓഫ് കപ്സിൻ്റെ കൂടെ. അപ്പോൾ നിങ്ങൾ ആരോ വിട്ടുപോയിരുന്നു പാസ്റ്റിൽ, ആൻഡ് ആ പേഴ്സൺ ചിലപ്പോൾ റീകൺസൈൽ ചെയ്യാൻ തിരിച്ചു വരും. എനിവേ നമ്മൾ മെർക്യൂറി റെട്രോഗ്രേഡ് സീസണിലാണ്. ഈ സമയത്ത് പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരാനുള്ള ചാൻസസ് കുറേ ഹൈ ആണ്. അപ്പോൾ ഞാൻ കാണുന്നത് ഒരു പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരാൻ നോക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ആൻഡ് നിങ്ങളുടെ അഡ്വൈസ് എന്താ വെച്ചാൽ അതിന് വേണ്ടിയിട്ട് റെഡി ആവുക, പ്രിപ്പയർഡ് ആവുക. ഹൈ പ്രീസ്റ്റസ് ഇവിടെ എന്താണ്? ആദ്യം പൈസീസ് എനർജി, ഒരു പാഷനറ്റ് ന്യൂ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്. ഇതൊരു സീക്രട്ട് ആയിരിക്കാം, നിങ്ങൾ മേ ബി ആരുടെയോ കൂടെ ഇൻവോൾവ് ആയിരിക്കാം. ആൻഡ് ഇതൊരു കാഷ്വൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഐ ഡോണ്ട് നോ. ഇത് ഏസ് ഓഫ് വാൻഡ്സ് യൂഷ്വലി ഒരു കുറേ പാഷൻ ഫിൽഡ് എനർജിയാണ്. ഇത് ലവ് കാര്യത്തിലല്ല വെച്ചാൽ മേ ബി ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി. ആൻഡ് നിങ്ങളത് എടുക്കാൻ, ആ ഓപ്പർച്യൂണിറ്റി അക്സെപ്റ്റ് ചെയ്യാനാണ് നോക്കണത്. പക്ഷെ നിങ്ങളത് സീക്രട്ടായി വെക്കും. എന്നുവെച്ചാൽ മേ ബി നിങ്ങൾ റെഡി അല്ല ഷെയർ ചെയ്യാൻ അതൊക്കെ ഡീറ്റെയിൽസൊക്കെ. അപ്പോൾ കിങ് ഓഫ് സോഡ്സ് ഔട്ട്കം 7 ഓഫ് സോഡ്സ്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയേണ്ടത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ്, ഓപ്പർച്യൂണിറ്റീസ് വരാൻ പോകുന്നുണ്ട് ഏപ്രിലിൽ. ആൻഡ് ഈ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് കൺഫ്യൂസാണ് ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ എല്ലാം ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഏത് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും നല്ലത്, അതൊക്കെ കുറച്ചൊരു ടെംപ്റ്റിംഗ് ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഷുവർ ആവില്ല. അപ്പോൾ അതുകൊണ്ടാണ് യൂണിവേഴ്സ് പറയണത് കുറേ പ്രാക്ടിക്കലായി ഡിസിഷൻസ് എടുക്കുക. ഇല്ല വെച്ചാൽ ഒരു ഫ്രണ്ടിൻ്റെ ഹെൽപ്പ് എടുക്കുക. ഈ ഫ്രണ്ട് ഓർ വെൽ വിഷർ ആരുടെയെങ്കിലും ഹെൽപ്പ് എടുക്കുക. ഈ പേഴ്സൺ ഒരു പ്രാക്ടിക്കൽ അഡ്വൈസ് തരണ പേഴ്സണാണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് ഹെൽപ്പ് ചെയ്യും, നിങ്ങൾക്കും ഒരു ക്ലാരിറ്റി കിട്ടും. അപ്പോൾ അതാണ് ഇവിടെ യൂണിവേഴ്സിൻ്റെ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏപ്രിൽ മാസത്തിന്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. പക്ഷേ നിങ്ങൾക്കൊരു പ്രൈവറ്റ് റീഡിങ് ബുക്ക് ചെയ്യണം വെച്ചാൽ പ്രൈവറ്റ് റീഡിങ് ബുക്ക് ചെയ്യാം. അതൊരു
നിങ്ങളുടെ എനർജി കുറച്ചാണ് അത്, അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും നിങ്ങൾക്ക്. അപ്പോൾ അത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ മെയിൽ ചെയ്യുക, ഇല്ലാച്ചാ വെബ്സൈറ്റിൽ വാട്സാപ്പിൻ്റെ ചാറ്റ് അയക്കുന്നുണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് എൻ്റെ കൂടെ ചാറ്റ് ചെയ്യുക. ഞാൻ അവിടെയും നിങ്ങൾക്കെല്ലാം ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം. അപ്പോൾ എല്ലാം ഡീറ്റെയിൽസ് എൻ്റെ വെബ്സൈറ്റ് ആൻഡ് ഇമെയിൽ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ചെക്കൗട്ട് ചെയ്യുക, മെയിൽ ചെയ്യുക, മെസ്സേജ് ചെയ്യുക. അതല്ലാണ്ട് ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക, ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ആ ബെൽ ഐക്കൺ ഉണ്ട് ചാനലിൻ്റെ പേരിൻ്റെ അടുത്ത്, അതിനെ ക്ലിക്ക് ചെയ്യുക. എന്ന് വെച്ചാൽ ഞാൻ എല്ലാ ദിവസവും റീഡിങ്സ് ഇടാറുണ്ട്, നിങ്ങളത് മിസ് ചെയ്യണ്ട. അതുകൊണ്ടാണ് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും യൂട്യൂബിന്. ഞാൻ എപ്പോഴാണ് പോസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾക്കൊരു മെസ്സേജും കിട്ടും. അപ്പോൾ നിങ്ങൾ എൻ്റെ ഏതും റീഡിങ് മിസ് ഔട്ട് ചെയ്യില്ല. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.